കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കർത്താവിനദാസൻ തങ്കു ബ്രദറിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്ന് ഈ ദൈവവചനത്തിന് വേണ്ടി നാം ശ്രമിക്കുമ്പോൾ, അഥവാ ദൈവവചനത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ, നാം ഒരു കാര്യം അറിയണം. നമ്മൾ അബദ്ധവശാൽ ഈ യേശുവിനെ വിശ്വസിച്ചതല്ല. നമ്മൾ അബദ്ധത്തിൽ ഈ കർത്താവിൻ്റെ വചനം സ്വീകരിച്ചതല്ല. മറിച്ച് ദൈവവചനം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപ് നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാം നമ്മെക്കുറിച്ചുള്ള വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കണം. ഞാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. എന്തിനാണ് കർത്താവ് എന്നെ വിളിച്ചത്? ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ. ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ, ദൈവരാജ്യത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, ഉയർച്ച, അത് ദേശത്തിന് വെളിപ്പെടുത്തുവാൻ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ വെളിപ്പെടുത്തുവാൻ, അതിനാ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഭാരമാണ് നമുക്ക്. നമ്മുടെ നാളത്തെ വിഷയങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, അവർ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ഈ ലോക ജീവിതത്തിലെ വിഷയങ്ങളാൽ നമ്മൾ അങ്ങ് ഭാരപ്പെട്ടിരിക്കുക. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവമുമ്പാകെ വളരെ ശ്രേഷ്ഠതയുള്ളവരാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ കർത്താവോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്ക്. അവർ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവയ്ക്കുന്നില്ല. പക്ഷേ ദൈവം അവരെ എത്ര ബെസ്റ്റായിട്ടാണ് നടത്തുന്നത്. അവർക്കൊന്നിനും ഒരു മുട്ടും വരുന്നില്ല. സമയാസമയങ്ങളിൽ അവർക്ക് വേണ്ടുന്നത് ദൈവം ഒരുക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇവയേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരായ നമ്മൾ, ദൈവ തിരുമുമ്പാകെ വിലപ്പെട്ടവരായ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവികമായ നീതിയെക്കുറിച്ചുള്ള അന്വേഷണം, അതിനുവേണ്ടിയാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, വചനം പറയുകയാണ്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ വേണ്ടുന്നതെല്ലാം അതോടുകൂടെ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ കർത്താവിനെ കണ്ടുകൊണ്ട് മുൻപോട്ട് ഞാൻ പോവുകയാണ്. ആ യാത്രയിൽ എൻ്റെ ഭവനം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, എൻ്റെ ആയുസ്സ്, ആരോഗ്യം, ഇതെല്ലാം എന്നോടുകൂടെ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കും. ദൈവവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. റോമകൃത ലേഖനത്തിൽ പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോട് കൂടെ, യേശുവിനോട് കൂടെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടുന്നതൊക്കെയും തരും. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാം, കർത്താവിൻ്റെ പദ്ധതികൾ നമ്മൾ നടക്കുക, ആ പദ്ധതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുക. ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ വിലപ്പെട്ടവനാണെന്നും എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ആ ബോധത്തോടെ മുമ്പോട്ട് പോവുക. നിങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് വിടുതൽ തരും. നിങ്ങളിൽ കൂടെ
കർത്താവ് തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുത്തും. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു വിശ്വാസിയെ ദൈവ പൈതലിന് വേണ്ടി ദൈവം ദാനമായി തന്നിരിക്കുന്നതാണ് മഹത്വവും ബഹുമാനം അണിയിച്ചു വെച്ചിരിക്കുക. തൻ്റെ ക്രിസ്തുവിൻ്റെ അകത്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ മഹത്വത്തിൻ്റെ അകത്ത് ജീവിക്കാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അത് എക്സസൈസ് ചെയ്യണം, അത് നമ്മൾ അഭ്യസിക്കണം, നമ്മൾ ആ അന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിക്കണം. ഹല്ലേലൂയ. നമ്മൾ രാവിലെ കുടഞ്ഞെഴുന്നേറ്റ് നമ്മുടെ ജോലിക്ക് പോകുന്നതിനേക്കാളും അല്പനേരം നിന്ന് ആ അന്തരീക്ഷത്തിൽ നിൽക്കുവാൻ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. 5 വർഷം കൊണ്ട് ചെയ്യാവുന്നത് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഒത്തിരി ജോലിയുണ്ട്, തിരക്കാം, അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കാം, ചെയ്യരുത്. ആ അന്തരീക്ഷത്തിനകത്തോട്ടൊന്ന് നിന്നേ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അന്നത്തെ മുഴുവൻ ചെയ്യേണ്ട കാര്യങ്ങൾ മിനിറ്റ് വെച്ച് ചെയ്ത് തീർക്കുന്നത് കാണാൻ പറ്റും. ആരാധനയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ആരാധിക്കാൻ നിൽക്കുമ്പോൾ ഒരു ചടങ്ങിന് വേണ്ടി ഒരു പാട്ട് പാടുന്നതല്ല ഞാൻ. ഐ വോണ്ട് ഹിസ് പ്രസൻസ്. എൻ്റെ ആസ്തി യേശുവാ. ഞാൻ കൊതിക്കുന്നത് ആ തൊടാവുന്ന ദൈവ സാന്നിധ്യമാണ്. ആ തൊടാവുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത് വരെ ഞാൻ ആരാധിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഒരു തിടുക്കവും ഇല്ല. എൻ്റെ കാരണം കർത്താവിനെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അസാധ്യമായത് എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ. പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുക നമ്മൾ ഓരോരുത്തരും. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയും തട്ടിക്കൂട്ടി ജീവിക്കാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, നിങ്ങളും ഞാനും ലോകസ്ഥാപനത്തിൻ്റെ മുമ്പേ തന്നെ കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്നവരാണ്. അതിൻ്റെ മുമ്പേ നമ്മൾ അറിയാവുന്നവരായിരുന്നു. നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ വന്നപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടാണ് സ്കാൻ ചെയ്തപ്പോൾ ഏകദേശം എന്തോ ഒരു കുഞ്ഞുപോലെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ ദൈവവചനം പറയാം, അന്ന് നീ പിണ്ഡമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ് പോലും ഇല്ലാതെ ഇരുന്ന സമയത്ത് നിന്നെ കണ്ടവനാ കർത്താവ്. നമ്മൾ വരുന്നതിന് മുമ്പേ, നമ്മളെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പേ നമ്മളെ കണ്ടവനാ കർത്താവ്. അതാണ് 139 സങ്കീർത്തനം അതിൻ്റെ 14 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. 139 സങ്കീർത്തനം അതിൻ്റെ 14 മുതൽ വേദപുസ്തകം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, വായിച്ചേ. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക. ഭയങ്കരവും അതിശയവുമായിട്ടാണ് നീ എന്നെ സൃഷ്ടിച്ചത്. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാവുന്നു. അത് എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും, ഞാൻ രഹസ്യത്തിൽ, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കുമ്പോൾ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുമ്പോൾ, വായിച്ചു, എന്റെ അസ്ഥികുടം നിനക്ക് മറവായിരുന്നില്ല. അസ്ഥികുടം മെഡിക്കൽ ശാസ്ത്രത്തിൽ ഇതുവരെയും കണ്ടുപിടിക്കാത്ത 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് അറിയാൻ പറ്റാത്തത് ഈ അസ്ഥി എപ്പോഴാണ് ഇതിനകത്ത് കയറിയെന്ന്. ഈ കുഞ്ഞിൻ്റെ സെല്ലുകൾ, കോശങ്ങൾ 1, 2 2 4 4 8 അങ്ങനെ വർദ്ധിച്ചു, കുഞ്ഞുണ്ടായി, ശരിയാ. പക്ഷെ അതിനകത്ത് ഏറ്റവും സോഫ്റ്റായിരുന്ന ഒരു ചെറിയ ടിഷ്യൂ വന്ന് കാൽഷ്യം എല്ലാം കൂടെ കയറി വന്ന് ഒരു അസ്ഥിയുടെ രൂപം എപ്പോഴാണ് എടുത്തതെന്ന് ശാസ്ത്രത്തിന് അറിയത്തില്ല. 2, ജീവൻ എങ്ങനെയാ വന്നെന്നും ജീവൻ എങ്ങനെയാ പോകുന്നത് അതും അവർക്കറിയത്തില്ല. എന്നാൽ വചനത്തിൽ പറയാണ്, ആ ഗർഭത്തിൽ ആരും അറിയാതെ ആർക്കും കാണാൻ മേലാത്ത സ്ഥലത്തും നീ എന്നെ ഭയങ്കരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, വെറുതെ അബദ്ധത്തിൽ ഈ ലോകത്തിൽ വന്നതല്ല, ഭയങ്കരമായ സൃഷ്ടിയായത്. ഹല്ലേലൂയ. വായിച്ചേ. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥികുടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, പിണ്ഡാകാരം എന്ന് പറഞ്ഞാൽ വെറും മാംസപിണ്ഡമായിരുന്നപ്പോൾ, സ്കാനിലൊന്നും കാണാൻ മേല. സ്കാനിൽ പറഞ്ഞത് ഒരു കുഞ്ഞ്, നിങ്ങൾ ഗർഭിണിയാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഷേപ്പ് ഒന്നും ആയിട്ടില്ല.
ഇതുപോലെ ഒരു മൂക്കും, ഇതുപോലെ നല്ല കണ്ണും, ഇതുപോലെ നല്ല ഷേപ്പും ഇതൊന്നും സ്കാനിലൊന്നും വന്നിട്ടില്ല. പക്ഷേ അവിടെ വെറും പിണ്ടമായി നിൽക്കുമ്പോഴും നീ എന്നെ കണ്ടിരുന്നു. വായിച്ചേ, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിന്റെ കണ്ണ് എന്നെ കണ്ടു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ ലോകത്തിൽ ഒരൊറ്റ ആൾ പോലും അനാഥനായി ജനിക്കുന്നില്ല. ഈ ലോകത്തിൽ വേണ്ടാത്തതാരും ജനിച്ചിട്ടില്ല. ജനിപ്പിച്ചവൻ ഒരു ദൗത്യത്തിലാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അവിടെ ആ ദൗത്യം ഞാൻ എന്ന് പറയുന്ന ആൾ രൂപം കൊള്ളുന്ന, ഈ ശരീരം രൂപം കൊള്ളുന്നതിന് മുമ്പേ അവൻ എന്നെ കണ്ടതാ. അവൻ എന്നെ കുറിച്ചുള്ള പുസ്തകം എഴുതിയെന്ന താഴെ വായിക്കുന്നേ. വായിച്ചേ, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് മുഴുവൻ എഴുതി കഴിഞ്ഞിട്ടാണ് എന്നെ ഗർഭത്തിലോട്ട് അയച്ചത്. ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ താൻ ഉദ്ദേശിക്കാത്ത നിലയിൽ ഉയരാൻ തുടങ്ങും. തൻ്റെ ജീവിതത്തിൽ എന്തിനാണോ ദൈവം അയച്ചത് ആ ദൗത്യത്തിൻ്റെ പരിപൂർണത കാണാം. ഞാൻ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാം. ദൈവം ഒരാളെ അയക്കുന്നുവെങ്കിൽ വെറുതെ അയക്കത്തില്ല. ദൈവം അയക്കുന്നത് കൊണ്ട് ദൈവികമായ പദ്ധതിയിലും ദൈവികമായ വളർച്ചയിലും ദൈവികമായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പറഞ്ഞു വരികയാണ്. നിങ്ങളെയും എന്നെയും ആക്കി വെച്ചത് എന്താന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ, ഹല്ലേലൂയ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. വായിച്ചേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിലാകുക. ദൈവരാജ്യത്തിൽ ഒരുവൻ പ്രവേശിക്കുന്നത് സ്നാനത്താലാണ്. ക്രിസ്തുവിൻ്റെ അകത്തൊരുവനാകുന്നത് സ്നാനപ്പെട്ടവരാണ്. യേശുവിനെ കർത്താവായി ഘോഷിച്ച എത്ര പേരുണ്ട് ഇവിടെ? യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറയുന്നവർ. സ്നാനപ്പെട്ട എത്ര പേരുണ്ട്? ഒരു കരങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കേ. എന്നാൽ ഒരു കാര്യം പറയാം, നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചതാണ്. യേശു 2 കാര്യമാണ് നിക്കോദിമോസിനോട് പറഞ്ഞത്. വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. നിക്കോദിമോസിൻ്റെ ചോദ്യം, വലുതായതിന് ശേഷം ഞാൻ എങ്ങനെ അമ്മയുടെ ഗർഭത്തിലേക്ക് മടങ്ങിപ്പോകും? അതിൻ്റെ മറുപടിയായി യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവം നമ്മളെ നീതീകരിച്ചത്. മറന്നു പോകരുത്. നമ്മുടെ കുറിവാക്യം മത്തായി സുവിശേഷം 6-ാം അധ്യായമാണ്. 6:33. മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, ഇതൊക്കെയും നിങ്ങളോട് ചേർക്കപ്പെടും. ഹല്ലേലൂയ. നല്ലൊരു ശതമാനം ആൾക്കാർ രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെ ജീവിക്കും, എങ്ങനെ എനിക്ക് വീട് കിട്ടും, എനിക്ക് കുറച്ചുകൂടെ പണം എങ്ങനെ കിട്ടും എന്ന് അതിൻ്റെ ചിന്തയിലാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ, ദൈവരാജ്യത്തിൽ ഉള്ളവൻ എഴുന്നേൽക്കുന്നത് അന്നത്തെ ദിവസവും ദൈവത്തിന് പ്രസാദകരമായി എങ്ങനെ നിൽക്കാൻ സാധിക്കും. എന്നാൽ താൻ ആഗ്രഹിക്കുന്ന വീടായിക്കോട്ടെ, പണമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അത് മുഴുവൻ തനിക്ക് ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. താൻ അതിൻ്റെ പിന്നാലെ ഓടത്തില്ല. താൻ ഓടേണ്ട എന്തിൻ്റെ പിന്നാലെയാണോ ലോകം ഓടുന്നത്, ആ കാര്യങ്ങൾ മുഴുവൻ തൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങും. ചേർക്കപ്പെടുമെന്നാണ് യേശു പറഞ്ഞത്. മത്തായി സുവിശേഷം വായിച്ചതിന് ശേഷം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം മുതൽ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. വായിച്ചേ. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ആളിനോട് പറയണേ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. അമ്മയുടെ ഗർഭത്തിലായ സമയത്ത് തന്നെ കണ്ടവനാ ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഷേപ്പ് ആകുന്ന മുമ്പേ നമ്മുടെ ഷേപ്പ് കണ്ടവനാ കർത്താവ്. നമ്മുടെ അന്ത്യമാകുന്ന മുമ്പേ ആരംഭത്തിൽ തന്നെ ജീവിതത്തിൻ്റെ മുഴുവൻ കഥ എഴുതി തീർത്തവനാ. ആരംഭത്തിൽ തന്നെ അവസാനം അറിഞ്ഞവൻ. ഇന്ന് ഈ ഞായറാഴ്ച ഞാൻ ഇവിടെ നിൽക്കണമെന്നും നിങ്ങളിവിടെ വരണമെന്നും ദൈവത്തിൻ്റെ പദ്ധതിയാ. ഈ ഞായറാഴ്ച ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ ഫേസ്ബുക്കിലും നെറ്റ് വഴിയും കാണുവാൻ നിങ്ങളുടെ പദ്ധതിയാ. എനിക്കൊരു കാര്യം അറിയാം, ഇതെല്ലാം കൂട്ടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ
അനുഗ്രഹം അനുഭവിക്കാനാ, സത്യം അറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനാ, ജീവിതത്തിൽ കഷ്ടവും അതെ ഞെരുവും നെടുവീർപ്പും വിട്ടുമാറി എല്ലാ ചിന്താകുലങ്ങളും അവങ്കിലേക്കിട്ട് അവൻ എനിക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ, ഉറക്കെ വിളിച്ചു പറ, യേശു എനിക്ക് വേണ്ടി കരുതുന്നതാകിയാൽ ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ചിന്താകുലങ്ങളെല്ലാം അവങ്കിലേക്ക് വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വേദഭാഗം വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഒന്ന് പറഞ്ഞ വിചാരപ്പെടരുത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളതല്ലേ? ഈ കാര്യങ്ങളെല്ലാം എനിക്ക് ആവശ്യമുള്ളതല്ലേ? നാളെ സ്കൂൾ ഫീസ് കൊടുക്കണം, വാടക കൊടുക്കണം, വീട് ചോരുന്നു, പുതിയ വീട് വേണം, ഇതെല്ലാം ആവശ്യമല്ലേ? അതെ, ആവശ്യമാണ്. അതാണ് തൊട്ട് താഴെ പറയുന്നത്, വായിച്ചേ. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, ദൈവത്തെ അറിയാൻ മേലാത്തവർ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും ഇത് അറിയുന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ നൽകാനും അവൻ ശക്തനാ. നമ്മളെ ജനിപ്പിച്ചവൻ അറിയാം നമ്മുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ജനിപ്പിച്ചവൻ എല്ലാം ജയോത്സവമായി നടത്താനും ജയോത്സവമായി നൽകാനും. ഇതിന്റെ സാരാംശം എന്താ യേശു പറയുന്നത്? ഇതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗത്തിലെ പിതാവ് അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് അധ്വാനിപ്പാൻ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ മുന്നമേ പറഞ്ഞാട്ടെ, ആദ്യമേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധി, ഇതൊക്കെയും നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ചുമ്മാതെ അല്ല സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല, ഒരു കാര്യത്തിനും എനിക്ക് കുറവുണ്ടാകത്തില്ല. എൻ്റെ ഇടയൻ യേശു ആകിയാൽ, എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാൻ, യേശു എൻ്റെ ഇടയനാകിയാൽ എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പറങ്ങൾ ഞാൻ തേടി പോകത്തില്ല, അവൻ എന്നെ പച്ചയായ പുൽപ്പറങ്ങളിലേക്ക് നടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് അവൻ എന്നെ കടത്തും. കർത്താവ് നമ്മുടെ ഇടയനാണെങ്കിൽ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെയും നമ്മളെ പിന്തുടരും. ഇതെല്ലാം ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അത് അനുഭവസ്ഥർക്കേ പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ലാത്ത ആട്ടിടയനായിരിക്കുന്ന ദാവീദ് വെറും ആട്ടിടയനായിരുന്ന, ആരും കാണാൻ സാധ്യതയില്ലാതെ ഏറ്റവും ചെറിയവനായ ഒരു കുടുംബത്തിൽ ജനിച്ചവനായി, അവനെ ഉപേക്ഷിക്കപ്പെട്ടവനായി, ബാക്കി എല്ലാം ചേട്ടന്മാരും നല്ല യോദ്ധാക്കളായി നല്ല സൈസ് ഉള്ളവരായി പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇവന് സൈസ് ഇല്ലാത്തത് കൊണ്ട് ആട് മേയ്ക്കാൻ വിട്ടെങ്കിൽ, ആട് മേയ്ക്കുന്ന സ്ഥലത്ത് ആ സൃഷ്ടിച്ചവൻ അമ്മയുടെ ഗർഭത്തിൽ പിണ്ടമായപ്പോൾ തന്നെ നിന്നെ കണ്ടു എന്ന് പറഞ്ഞവൻ, ഞാൻ ഒരു കാര്യം ഇന്ന് പകൽ വീണ്ടും ഓർമ്മിപ്പിക്കാം. നിന്നെ ആരും കണ്ടിട്ടില്ല, എന്നെ ആരും ശ്രദ്ധിക്കത്തില്ല, എന്നെ ആർക്കും വേണ്ടെന്ന് ആരെങ്കിലും ഹൃദയത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് പിശാച് പറയുന്ന നുണയാ. ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്റെ മേൽ കണ്ണുണ്ട് ദൈവത്തിന്. അതുകൊണ്ടാണ് നീ രക്ഷിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് നീ സ്നാനപ്പെട്ടത്, അതുകൊണ്ട് സ്വർഗീയ വിരുന്ന സഭയിൽ നീ വന്നിരിക്കുന്നത്. നിന്റെ പദ്ധതി ചെറുതല്ല, നിന്റെ പദ്ധതി വലുതാകിയാൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പറയുന്നു, ഓരോരുത്തരുടെ മേലും ഉള്ള വിളിയും തെരഞ്ഞെടുപ്പും കാണുവാൻ തക്കവണ്ണം ഹൃദയം പ്രകാശിച്ചാൽ എല്ലാം വിരസതയും മാറും, എല്ലാം നിരാശകൾ മാറും, എല്ലാം പരാജയബോധം മാറും. കോടഞ്ഞെഴുന്നേറ്റ് പറയും, എന്നിൽ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകിയാൽ എന്നാൽ അസാധ്യമായതൊന്നുമില്ല. അനുഭവസ്ഥന പറയുന്നത്, ഒരിക്കൽ ശമൂവേൽ പ്രവാചകൻ ആ ഭവനത്തിലേക്ക് കയറി വന്നു, പറഞ്ഞു, ഇവിടെ രാജാവായി അഭിഷേകം ചെയ്യാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കുടുംബത്തിൽ നിന്നും രാജാവായി ഒരുത്തനെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം അപ്പൻ, ദാവീദിന്റെ സ്വന്തം അപ്പൻ തന്റെ മൂത്ത ചേട്ടന്മാരെ എല്ലാം വിളിച്ചു. കാര്യം സൈസ് ഉണ്ട്, കണ്ടാൽ സുമുഖന്മാരാണ്, ശക്തിയും ബലമുള്ളവനാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും മാറ്റി നിർത്തുമ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു,
ഇതുമല്ല. അവരെല്ലാം വന്നു പോയി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതല്ലാതെ ഒരു മകനുണ്ടോ? സ്വന്തം അപ്പൻ പറയാ, ഉണ്ട്, കൊള്ളാത്തവനാണ്, അതുകൊണ്ട് അവനെ ആട് മേയ്ക്കാനായി വിട്ടിരിക്കുന്നവനാ. ഞാൻ പറയാം, പിണ്ടമാകും ഇപ്പോൾ തന്നെ കണ്ടവൻ തീരുമാനിച്ചു അവൻ രാജാവാകണം, അവൻ രാജാവ് ഭരിക്കണം. അനുഭവസ്ഥൻ പറയും, യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്ന് പറഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അവനെ ഇങ്ങോട്ട് വിളിക്കുക. ഇന്ന് പകൽ വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഏത് കുടുംബത്തിലാണോ വിശ്വാസം നിമിത്തം നീ നിന്ദിക്കപ്പെട്ടത്, ഏത് വിശ്വാസം നിമിത്തമാണോ നിന്നെ തള്ളിക്കളഞ്ഞത്, ഇനിയും അതേ കുടുംബത്തിൽ നിന്നെ കൂടാതെ ഒരു പദ്ധതി ഇല്ലാത്ത വിധം നിന്റെ കുടുംബത്തിൽ പലരും ഉണ്ടായിരുന്നെങ്കിൽ, നിന്നെ കർത്താവ് തെരഞ്ഞെടുത്തത് രാജകീയ പുരോഹിത വർഗമാക്കിയത് രാജ്യങ്ങളുടെ അനുഗ്രഹമായി. അർഹിക്കാതെ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നവനെ പിടിച്ച് രാജാവാക്കിയ ദൈവമാ. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് വീണ്ടും പറയാം, യേശു പറഞ്ഞു, രാജ്യം അന്വേഷിക്കുക, ഇതെല്ലാം ചേർക്കപ്പെടും എന്ന് പറഞ്ഞാൽ രാജാവാകാൻ നീ ശ്രമിക്കേണ്ട. നിന്നെ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത് നിന്നെ രാജകീയ സ്ഥാനത്ത് ഇരുത്തുന്നവനാ സർവശക്തനായ ദൈവം. അടുത്തിരിക്കുന്ന ആളോട് പറയണ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ദൈവത്തിന്റെ പദ്ധതിയെ അട്ടിമറിക്കാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല, നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി അട്ടിമറിക്കാൻ എന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ വഴിതെറ്റി മാറുമ്പോൾ, ദൈവരാജ്യത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന വിശുദ്ധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ദൈവം ഉദ്ദേശിച്ചിരുന്ന വഴികളിൽ നിന്നും മാറി എൻ്റെ സ്വന്തം വഴിയിൽ പോകുമ്പോൾ അത് പദ്ധതി മാറാൻ തുടങ്ങും. പക്ഷെ ഞാൻ പറയാം, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നേ ചിലപ്പം കഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പം മുറിവുണ്ടായിരിക്കും, ബാക്കി എല്ലാവരുടെ മുമ്പിൽ നിന്ന് സഹിക്കേണ്ടി വന്നായിരിക്കും. പക്ഷെ എന്നേക്കുമല്ല, അത് അല്പം സമയത്ത്. എന്നാൽ എവിടെ നിന്നിക്കുവോ അവിടെ തന്നെ ഉയർത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുത്തുന്നത്. യേശുവിനെ മരിച്ചെടുത്തു നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ്. സ്വന്തം അപ്പന് മനസ്സിലായില്ലെങ്കിലും അയച്ച അപ്പന് തീർച്ചയായിട്ട് അറിയാം. സ്വന്തം അതേ അപ്പന് അതേ വിളി മനസ്സിലായില്ലെങ്കിൽ ഇങ്ങോട്ട് അയച്ച അപ്പന് നന്നായിട്ട് അറിയാം നിന്നെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കേണ്ടത്. ചേർന്ന കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അടുത്തിരിക്കുന്നവരോട് പറയണം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെയും ജാതികളാ അന്വേഷിക്കുന്നത്. മക്കളല്ല ഇത് അന്വേഷിക്കേണ്ടത്, ജാതികളാ ഇത് അന്വേഷിക്കേണ്ടത്. മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, ഇതൊക്കെയും നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം പറയാണ്, അവനിൽ സ്നാനപ്പെട്ടവർ അല്ലുവ ക്രിസ്തു യേശുവിലായിരിക്കുന്നവർ അവർ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരിൽ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, സ്നാനപ്പെടുന്നത് സ്വർഗത്തിൽ പോകാനല്ല, സ്നാനപ്പെടുന്നത് ഹെവൻലി ഫീസ്റ്റിൽ ചേരാനല്ല, സ്നാനപ്പെടുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, ഈ ലോകത്തിൽ ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ, എല്ലാം ചേർക്കപ്പെടുവാൻ, എല്ലാത്തിനും അവകാശിയായി മാറുവാൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. പറഞ്ഞ്, പഴയതെല്ലാം കഴിഞ്ഞു പോയി. പഴയ പരാജയം കടന്നുപോയി, പഴയ നാണംകേട് കഴിഞ്ഞു പോയി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഞാൻ പുതുതായി തീർന്നിരിക്കുകയാണ്. പുതിയ സൃഷ്ടി ഇവിടെ ഉണ്ടെങ്കിൽ ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത്. പുതിയ സൃഷ്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആർത്ത് വിളിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. നിങ്ങളുടെ ഓരോ ആർപ്പ് വിളികളും നിങ്ങളുടെ ചങ്ങലകളെ പൊട്ടിക്കുക. നിങ്ങളുടെ ഓരോ ആർപ്പ് വിളികളും ആ മലകളെ സമഭൂമിയാക്കുക. നിങ്ങളുടെ ഓരോ ആർപ്പ് വിളികളും ജയഘോഷങ്ങളും ആ എറിഹോ മതിലിനെ പൊട്ടിച്ച് താഴെ വീഴുകയാ. നിങ്ങളുടെ ഓരോ ആർപ്പ് വിളിയും യേശുവിന് മഹത്വം കൊടുക്കുന്നതാകിയാൽ എല്ലാം കോട്ടകളെയും ഇടിച്ചു കളഞ്ഞ് നിങ്ങളെ തന്നെ സ്വതന്ത്രരാക്കുക. വിശ്വസിക്കുന്നവരൊന്ന് ആർത്തു വെച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യും. വളരെ ബലപ്പെടുത്തുന്ന, സന്തോഷം നൽകുന്ന ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് അതൊന്ന് ഏറ്റെടുക്കാം. കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി നമുക്കൊന്ന് ആയിത്തീരാം. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ കർത്താവ് എന്നെ കൈവിടത്തില്ല. അവൻ്റെ ആ സന്തോഷത്തിൽ അവൻ എന്നെ വസിക്കുവാനിടയാക്കും. അവൻ്റെ ആ സമാധാനത്തിൽ അവൻ എന്നെ ചേർക്കും. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവരാജ്യത്തിൽ
വരുമ്പോൾ ഉണ്ടാകുന്നതാണ് കർത്താവ് തരുന്ന സമാധാനം, കർത്താവ് തരുന്ന സന്തോഷം. ആ സന്തോഷം ഈ ലോകത്തിലെ ഒരു പ്രശ്നത്തിനും തട്ടിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാകുവാൻ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇന്ന് കർത്താവ് രോഗികളെ സൗഖ്യമാകും, പ്രശ്നങ്ങളെ കർത്താവ് വിടുവിക്കും, എല്ലാത്തിനും കർത്താവ് അത്ഭുതം കർത്താവ് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. ഓരോ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന് അത് വലിയ രൂപാന്തരത്തിന് കാരണമാകട്ടെ. ഈ ലോക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മാറി, ഈ ലോകത്തിലെ ഭാരങ്ങളെല്ലാം വിട്ട് കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഇടയാക്കണമേ. ഞങ്ങളുടെ ഭൗതികമായ വിഷയങ്ങൾക്ക് കർത്താവ് മതിയായവനാണെന്നുള്ള ധൈര്യത്തോടും ഉറപ്പോടും കൂടെ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ തന്നെ യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരൊക്കെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഭാരങ്ങളുള്ളവരുണ്ട്. അവിടെ എല്ലാം ജീവിതത്തിൽ വിടുതൽ വരട്ടെ. ദൈവരാജ്യത്തിൻ്റെ അനുഭവം അവിടെ ഭവനങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. അവരുടെ ഭവനം നന്മകൾ കൊണ്ട് നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറട്ടെ. എല്ലാ ശാരീരികമായ പ്രയാസങ്ങളും മാറട്ടെ. ശരീരത്തിന് ബലവും ഉറപ്പും ഉണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം ഓരോ മക്കളെ തൊടുന്നതിനായി സ്തോത്രം. അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. സാമ്പത്തികമായ വിടുതലുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് കേട്ട ദൈവവചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ കേൾക്കാം. ഗോഡ് ബ്ലെസ് യു.